സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകാശിനോട് പറയുന്നുണ്ട് ആര്യൻ, ഇതൊരനുഭവമാണ്, കണ്ടുപഠിച്ചോ, ഇനി നിങ്ങളെയും കൂടെ ഇതേപോലെ താങ്ങിക്കൊണ്ടുവരാൻ എന്നെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആര്യൻ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അങ്ങനെ വളരെയധികം വിഷമത്തോടെ നിൽക്കുന്നുണ്ട് ആകാശും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതിയുടെ ആങ്ങളമാരുടെ വീട്ടിലേക്ക് ഒരു ബന്ധുക്കൾ ഒരു ഫാമിലി വരുന്നുണ്ട്. നമ്മുടെ അലോകിയുടെ പെണ്ണ് കാണാൻ വരുന്നതാണ്. അതിനുശേഷം ബാലൻ്റെ മുന്നിലാണ് അവർ ചെന്നപ്പെടുന്നത്. ബാലൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ബാലനെ അയാൾ കണ്ടപ്പോൾ തന്നെ കെട്ടിപ്പിടിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ ഗോമതിയുടെ ആങ്ങളമാർക്ക് പേടിയാവുന്നുണ്ട്. ഈ കല്യാണം അവൻ എന്തെങ്കിലും പറഞ്ഞു മുടക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരിക്കുമല്ലോ അവർ. ആ സമയത്ത് ബാലനോട് ചോദിക്കുന്നുണ്ട്, അയൽവക്കത്തെ ഉള്ളതല്ലേ, എങ്ങനെയുണ്ട് അവൻ ചോദിച്ചപ്പോൾ നല്ല സ്വഭാവമാണ്, നല്ല വീട്ടുകാരുമാണ്, അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യപ്പെട്ട് കല്യാണം നടത്തിക്കോളാനൊക്കെ പറയുന്നുണ്ട്. ഗോമതിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഗോമതി പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ച് ബാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞു മുടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരാളല്ല, നിനക്ക് എന്നെപ്പറ്റി അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വ്യക്തിപരമായി വൈരാഗ്യം ഇങ്ങനെയുള്ള വിഷയത്തിൽ ഞാൻ തീർക്കില്ല എന്നും ബാലൻ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ആങ്ങളമാരെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, കല്യാണം എന്തെങ്കിലും പറഞ്ഞ് മുടക്കിയിട്ടുണ്ടാവുമല്ലേ, നിന്റെ സ്വഭാവം അതാണല്ലോ, നിന്റെ പാരമ്പര്യം, അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ഗോമതിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതെ, ദൈവത്തിന് ഇറക്കാത്തതൊന്നും എൻ്റെ ബാലേട്ടൻ പറയില്ല, നല്ലത് തന്നെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, നിനക്ക് കുടുംബമുണ്ടോ, ഫാമിലി ഉണ്ടോ, അച്ഛനുണ്ടോ, അച്ഛനുണ്ടോ എന്നൊക്കെ ആങ്ങളന്മാർ ചോദിക്കുന്നുണ്ട് ബാലനോട്. അപ്പോൾ ബാലൻ ഒന്നും മിണ്ടുന്നില്ല, വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. ഗോമതി പറയുന്നുണ്ട്, ഞങ്ങളുടെ പാരമ്പര്യം, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ പോകുന്നതിന് ശേഷം ഞങ്ങൾ സ്വത്ത് ചോദിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ലല്ലോ, പിന്നെ ഞങ്ങൾ ഇപ്പോഴും സുഖമായിട്ട് ജീവിക്കല്ലേ, ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പാരമ്പര്യം എന്ന് പറഞ്ഞ് ഗോമതി അകത്തേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന നേരത്ത് ബാലൻ ആനന്ദിനെ ചോദിക്കുമ്പോൾ ആനന്ദ് കിടക്കണമെന്ന് പറയുന്നു. അങ്ങനെ ആനന്ദിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കരഞ്ഞു ഭക്ഷണം കഴിച്ചപ്പോൾ, ഭക്ഷണത്തിൽ നല്ല ഛർദ്ദിക്കാൻ വന്നെന്നൊക്കെ ഗോമതി നിഷ്കളങ്കമായ മറുപടികളൊക്കെ പറയുമ്പോൾ അതൊന്നും ബാലന് വിശ്വാസമാവുന്നില്ല. അങ്ങനെ ബാലൻ അവിടെ ചെന്ന് ആനന്ദിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവുന്നുണ്ട്, ആനന്ദ് കുടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. എന്തായാലും ആര്യൻ്റെ തലയിലാണ് ആ കുറ്റവും വന്ന് വീണത്. കല്യാണത്തിന് രണ്ടുപേരും കൂടെ പോയത് കൊണ്ട് ആര്യൻ കുടിപ്പിച്ചാണെന്ന് പറയുന്നുണ്ട്. ഞാനല്ല ചേട്ടനെ കുടിപ്പിച്ചത്, അതിൻ്റെ ഉത്തരവാദി അച്ഛൻ തന്നെയാണെന്ന് പറയുമ്പോൾ ഞാനോ, അതെ, പഴയ സ്നേഹിക്കുന്ന പെൺകുട്ടിനെ കണ്ട വിഷമത്തിൽ കുടിച്ചതെന്നല്ലാതെ ഞാനല്ല എന്ന് പറഞ്ഞ് ആര്യൻ ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും ആര്യനെ തല്ലാൻ തന്നെയാണ് ബാലൻ വടിയെടുക്കുന്നത്. എല്ലാവരും കൂടി തടയുന്നുണ്ട്. എന്നെ തല്ലിയിട്ട് ഒരു കാര്യമില്ല, സ്വന്തം മോൻ്റെ ജീവിതം നശിപ്പിച്ചത് ഇവിടെ ഉള്ളവരെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ഇനി പഴയ പ്രേമം പുതിയ പ്രേമം എന്നൊന്നും പറഞ്ഞ് ഇവിടെ ആരും വരണ്ട, മാത്രമല്ല ഞാൻ സത്യം ചെയ്യുന്നു, ഇനി ആരെങ്കിലും ഇവിടെ കുടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ വീടിന് പുറത്തായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് രാമേട്ടൻ കടയിൽ, രാമേട്ടൻ ദേഷ്യം വന്നിട്ട് പാടില്ല, കണക്ക് നോക്കിയിട്ട് പോകാനൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനൊരു ഭാഗമാണ് കാണിക്കുന്നത്. ബാലനെ ദേഷ്യപ്പെടുത്തുന്നുണ്ട്, എന്താടാ ഈ കുടുംബത്തേക്ക് പോകാറായില്ലേ, പിള്ളേരെ കൊണ്ട് കണക്ക് നോക്കിക്കാണ്ട് ഇവിടെ കാത്തിരിക്കുന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു. ആ സമയത്ത് മീനാക്ഷിനെ പെണ്ണ് കാണാൻ വേണ്ടി ധൈര്യത്തോടെ ആകാശും ആര്യനും കൂടെ ചെല്ലുന്നുണ്ട്. മീനാക്ഷിനെ വിളിച്ച് പറയുന്നുണ്ട്. മീനാക്ഷി അടിച്ച് കൊല്ലും തുടയ്ക്കലും വൃത്തിയാക്കലൊക്കെ ഇനി അച്ഛനും അമ്മയ്ക്കും വെച്ചാൽ വലിയ സന്തോഷമുണ്ട്. പെണ്ണ് കാണാൻ വന്ന ഫാമിലിയിൽ ആരെങ്കിലും വരുന്നുണ്ടാവും, അതുകൊണ്ടാവും എന്നൊക്കെ വിചാരിച്ച് അവരും നല്ല സന്തോഷത്തിൽ നിൽക്കും. ആ സമയത്ത് ആര്യനും ആകാശം കയറി വരുന്നുണ്ട്. ഉണ്ടായിരുന്ന കാര്യങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. പ്രണയത്തിലാണെന്നും കല്യാണം ആലോചിക്കാൻ വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും നിങ്ങൾ പൊക്കോ, നമുക്ക് വേണ്ട പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, ഞങ്ങൾ വീട്ടിലേക്ക് ഒരു ദിവസം വരാമെന്ന് പറയുമ്പോൾ ആകാശിന് വലിയ സന്തോഷമുണ്ട്. ഇവർ വന്ന് കല്യാണം ആലോചിക്കട്ടെ, ഇപ്പം ഇത്രേ ഉള്ളൂ ചേട്ടാ, ഞാൻ പറഞ്ഞില്ല ഇതിന് വേണ്ടിയിട്ടാണ് ഈ ടെൻഷൻ അടിച്ചെന്നൊക്കെ പറഞ്ഞ് ആര്യന് ആകാശം നല്ല സന്തോഷത്തോടെ പോകും. ശേഷം മീനാക്ഷിനെ അച്ഛൻ അടിക്കുന്നൊക്കെ ഉണ്ട്. എന്ത് ധൈര്യത്തിലുണ്ട് നീ പലചരക്ക് കടക്കാരനെ പ്രേമിച്ചത്, നീ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടാണോ നിന്നെ ഞങ്ങൾ പഠിപ്പിച്ച് സർക്കാർ ജോലി മേടിച്ച് തന്നതെന്നൊക്കെ ചോദിച്ച് ഒരുപാട് അടിക്കുന്നൊക്കെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. എന്തായാലും അതിനുശേഷം ബാലനെയും ആണ് കാണിക്കുന്നത്. ബാലൻ കടയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ വന്ന് നിൽക്കുന്നൊരു ഭാഗം, ആ ഭാഗത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.